ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ ടൈലറിങ് ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മൾ കാണിച്ചത് കുട്ടികളുടെ പെറ്റിക്കോട്ട് കട്ടിംഗ് ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു 20 ഇഞ്ച് വണ്ണമുള്ള ഒരു കുട്ടിക്ക് നമ്മൾ എങ്ങനെയാണ് പെറ്റിക്കോട്ട് ക്ലോത്ത് എടുക്കേണ്ടതും കട്ട് ചെയ്യേണ്ടതും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ പെറ്റിക്കോട്ട് നമ്മൾ കട്ടിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. അതിന് മുമ്പ് എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ ടൈലറിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരെയും ഞാൻ ഹാർദമായി ക്ഷണിക്കുകയാണ്. തന്നെയല്ല, നിങ്ങൾക്ക് ഒരു പൈസ ചിലവില്ലാതെ ബേസിക് മുതൽ എല്ലാ സ്റ്റിച്ചിങ്ങിൻ്റെ മെത്തേഡുകളും മെഷീൻ്റെ ഓപ്പറേറ്റിങ്ങും എല്ലാം പഠിച്ചെടുക്കാനായിട്ട് കിട്ടുന്ന ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കരുത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ ക്ലാസ്സിൽ ആദ്യം തന്നെ നമ്മൾ ബോഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഷോൾഡർ വെച്ച് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വെറുതെ തയ്ക്കുന്നതായതുകൊണ്ട് സെയിം ത്രെഡ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ത്രെഡോ തുണിക്ക് ചേരുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു കളർ ത്രെഡ് നമ്മൾ യൂസ് ചെയ്താലും മതിയാവും. ഇതിൻ്റെ മാർക്ക് ചെയ്ത പീസ് ഉണ്ടല്ലോ, ഈ മാർക്ക് ചെയ്ത പീസിൽ അത് തിരിച്ചിട്ടിട്ട് നല്ല വശം തമ്മിൽ നമ്മൾ ചേർത്ത് വെക്കണം. ഇതിങ്ങനെ നല്ല വശം തമ്മിൽ ചേർത്ത് വെക്കുക. ശേഷം 1/4 ഇഞ്ച് ടെൻഷൻ പിടിച്ചിട്ട് നമ്മൾ ഇതിനെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. തയ്യലിൻ്റെ ഏറ്റവും ABCD അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം തയ്യൽ കുറച്ചൊക്കെ അറിയാവുന്നവർക്കും അതുപോലെ തന്നെ തയ്യൽ തീരെ അറിയത്തില്ലാത്തവർക്കും വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് മിസ്സാക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയാസുകൾ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് മുതൽ തയ്ച്ച് വരുന്നത്, അല്ലെങ്കിൽ തുണി കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും പാറ്റേൺ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊക്കെയുള്ള മെത്തേഡുകൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം.
സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇടയ്ക്കെന്നൊക്കെ കാണുമ്പോൾ നമുക്കതിൻ്റെ കൃത്യമായ ഐഡിയകൾ മനസ്സിലാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് വീതിയിൽ, കുറച്ച് മതി, 1/4 ഇഞ്ചിൽ കുറവായാലും കുഴപ്പമൊന്നുമില്ല, വീതി കുറച്ചിട്ട് നമ്മളിങ്ങനെ 2 മടക്ക് മടക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ പതിയെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം എഡ്ജിലൂടെ കേട്ടോ, കഴുത്തിനും കൈക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും കഴുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഇതേ മോഡലിൽ തന്നെ നമുക്ക് കൈയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് പീസ് തിരിച്ചിട്ടിട്ട് ആം ഹോളിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ 2 മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ കൈയും അതുപോലെ തന്നെ നമ്മൾ മടക്കി കൊടുക്കുക. എന്നിട്ട് എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ സൈഡ് നമ്മൾ ഇനി അടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. ഈ ആം ഹോൾ ഉണ്ടല്ലോ, ആം ഹോളിൻ്റെ കൂടെ നമുക്ക് എത്ര കൈക്ക് ലൂസ് വേണോ അത് നോക്കിയിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവും കൂടെ മെഷർ ചെയ്തിട്ട് നമ്മളിവിടുന്ന് ഒരു ആവറേജ് അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഷേപ്പിൽ അടിച്ചെടുക്കണം കേട്ടോ, കുറച്ച് ഷേപ്പ് കൊടുത്ത് അടിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ അങ്ങോട്ട് ചെരിച്ചടിച്ചാൽ മതി ഷേപ്പിന് വേണ്ടിയിട്ട്. 2 സൈഡും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ആം ഹോളും ഒന്നിച്ച് വെച്ചിട്ട് ഇവിടെ മാർക്ക് എവിടെയാണോ വരുന്നതെന്നൊന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഉണ്ടോ, 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ 2 സൈഡിലും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരു ശകലം വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ച് വിട്ടിട്ട് എന്ത് ചെയ്യണം, ഇവിടെ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ 2ാമത്തെ പ്രാവശ്യം അടിച്ചാൽ മതി. സൈഡ് അടിക്കുമ്പോൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടോ അടിച്ചാലും മതിയാവും. അപ്പോൾ ഇവിടെ നമ്മളൊരു ശകലം ഓപ്പൺ ഇങ്ങനെ വിട്ടേക്കുക. അതിനുശേഷം ഇത് സ്കേർട്ട് ഉണ്ടല്ലോ, ഈ സ്കേർട്ട് എടുക്കുക. സ്കേർട്ട് എടുത്തിട്ട് ഈ സ്കേർട്ടിൻ്റെ നല്ല വശവും ഈ ബോഡി ഉണ്ടല്ലോ, ഈ ബോഡിയുടെ നല്ല വശവും കൂടെ ചേർത്ത് വെക്കണം.
എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ചെറിയ ചെറിയ പ്ലീറ്റ് പെറ്റിക്കോട്ടിന് എങ്ങനെയാണോ പ്ലീറ്റ് ഇടുന്നത്, എത്ര വീതിയിലിടണം നിങ്ങളുടെ ഇഷ്ടം. അത് വലിയ പ്ലീറ്റ് ഇടണോ വേണ്ട, ചെറിയ ചെറിയ പ്ലീറ്റാണ് സാധാരണ പെറ്റിക്കോട്ടുകൾക്ക് ഇടുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പെറ്റിക്കോട്ടിനുള്ള പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 4 ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റുകളായിരിക്കും ഭംഗി കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ഇട്ട് കൊടുക്കുക, അടുത്തടുത്ത് ഇട്ട് കൊടുക്കുക. കൈകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് അകത്തേക്ക് ഒരു 4 ഇഞ്ച് തള്ളി കൊടുത്തു കഴിയുമ്പോഴേക്കും അങ്ങനെ പ്ലേറ്റുകൾ റെഡിയായി വന്നോളൂ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ഫോൾഡിൻ്റെയും അടിയിലേക്ക് ഓരോ ഫോൾഡ് വെച്ച് കൊടുക്കുക. ഒരു ഫോൾഡ് അതിൻ്റെ അടിയിലോട്ട് ഇനി അടുത്ത ഫോൾഡ് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് മെസ്സേജ് അയച്ച് ഡൗട്ട് ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പം നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ ഫ്രില്ല് ഏകദേശം ഇട്ട് കഴിയാറായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ കുറച്ച് തുണി ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ തുണി എടുക്കണം എപ്പോഴും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇതുണ്ട്, ഇവിടെ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ തുണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ഫ്രില്ലുകൾ വരും. അപ്പോൾ ഇതിന് കുറവാണ് തുണി, ഇത്രയും തുണിയേ ഉള്ളൂ. അത് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനെ പെറ്റിക്കോട്ട് ഫ്രണ്ടിൽ നന്നായിട്ട് ഫ്രില്ല് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നന്നായിട്ട് ഫ്രില്ല് വന്നിട്ടുണ്ട്. ബാക്കിൽ കുറച്ച് കുറവാണ് ഒരു സൈഡിൽ. അപ്പോൾ അതിനെ അഴിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് തള്ളിയിട്ട് വേണമെങ്കിൽ കുറച്ചായിട്ട് ഇങ്ങോട്ട് ഇടാനായിട്ട് പറ്റും. അങ്ങനെ ഇടാം. ഇതിപ്പം ഞാൻ സാമ്പിൾ ഒന്ന് തയ്ച്ച് കാണിക്കുന്നതായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നില്ല. ഇത് ഇങ്ങനെ ഒരു പെറ്റിക്കോട്ട് ഏകദേശം ഒരു 1.5-2 വയസ്സുള്ള കുട്ടിക്ക് നന്നായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഈ പെറ്റിക്കോട്ട് റെഡിയാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഈ പകുതി അടിച്ചു വെച്ച സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് നമ്മളിവിടെ ക്ലോസ് ചെയ്യണം. അവിടെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഈ ജോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റാക്കി വെച്ചിട്ട് വേണം തയ്ക്കാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ഒരു റഫ് അടിക്കുക. അതിനുശേഷം നമുക്ക് സ്കേർട്ടിനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അതിൻ്റെ ബോട്ടത്തിൽ വരുമ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ എത്ര നമ്മുടെ ഇഷ്ടത്തിന് ഇവിടെ ഒരു മാർജിന് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ ഒരേ രീതിയിൽ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പെറ്റിക്കോട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് പെറ്റിക്കോട്ട് വരിക കണ്ടോ. ഇതിൻ്റെ ബാക്കിൽ നല്ല ഫ്രില്ലുണ്ട്, ഫ്രണ്ടിലാണ് കുറച്ച് കുറവുള്ളത് കേട്ടോ.
അപ്പോൾ ഇത് കുറച്ച് അഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് വേണമെങ്കിൽ ഫ്രില്ല് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. സ്റ്റിച്ചിങ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ടിങ്ങിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തയ്യൽ ആദ്യമായി പഠിക്കുന്നവരും അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുക. അപ്പോൾ ഒരു പൈസ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്റ്റിച്ചിങ് ബേസിക് മുതൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കാണുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.